Hi guys and welcome to this class. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ട്യൂട്ടർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനകത്ത് ഞാനാണ് നിങ്ങളുടെ ട്യൂട്ടർ. എൻ്റെ പേര് ജോസഫി ജോർജ് എന്നാണ്. ഞാനിവിടെ ഞങ്ങളുടെ അവോധയുടെ ഓഫീസാണ് കാർണിൽ ഇൻഫോ പാർക്ക് ഫേസ് 1 കാക്കനാട്. ഇൻഫോ പാർക്ക് കാക്കനാടിൽ അവോധയുടെ ഓഫീസിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. നിങ്ങൾക്ക് നമ്മളുടെ മെയിൻ കോഴ്സ് പ്രൈമറി കോഴ്സിനകത്ത് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി കോഴ്സായിട്ട് ഇൻട്രൊഡക്ടറി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും, നമുക്ക് ഈ ക്ലാസ്സിനകത്ത് എന്ത് തരം കണ്ടൻറ്റാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നൊരു സാമ്പിൾ പീസായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ പ്രൈമറിലി ഈ കോഴ്സിനകത്ത് ഞാൻ തന്നെയായിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവുന്നത്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എല്ലാ കാര്യത്തിനും പിന്നെ ഈ പഠിപ്പിക്കാനുമായിട്ടും ഞാൻ തന്നെയായിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ BA ഹിസ്റ്ററിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് താല്പര്യം കാരണം കൊണ്ട് ഞാൻ ഇൻഫോ പാർക്കിൽ തന്നെ, കൊച്ചിൻ ഇൻഫോ പാർക്കിൽ കാക്കനാടിൽ തന്നെ ഒരു കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റോളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കുറേ നാൾ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവോധയിൽ ഇനിഷ്യലി ഞാനൊരു പാർട്ട് ടൈം ടീച്ചർ പോലെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഫുൾ ടൈം ടീച്ചറായിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് കയറിയിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങളെ പോലത്തെ കുറേ സ്റ്റുഡൻസിനെ എനിക്ക് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. എൻ്റെ കോഴ്സിനകത്തും കോഴ്സ് കരിക്കുലം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് avodha.com-ൻ്റെ കരിക്കുലം സെക്ഷൻ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കരിക്കുലം സെക്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിനാൽ ഉപരി ജസ്റ്റ് ഒരു കോഴ്സിൻ്റെ ഒരു ബേസിക് ഫ്രെയിം വർക്ക് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടാണ്. എന്തുകൊണ്ടാണ് വെബ്സൈറ്റ് ഉണ്ടാക്കിപ്പിക്കണേന്ന് ഞാൻ ആദ്യം പറയാം. അതായത് നമുക്കിപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആയാലും അങ്ങനെ എന്ത് ടെക്നിക്കൽ കോഴ്സ് നമ്മൾ ചെയ്യുവാണെങ്കിലും പലപ്പോഴും നമുക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഇനി ഇത് ചെയ്യണ്ട, എന്തിനാ ചെയ്യണമെന്ന് ബോറടിച്ച് പോകാം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവോധ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻകം ഷെയറിംഗ് അഗ്രിമെൻറ്റ് മോഡൽ പ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാലേ ഞങ്ങളുടെ അവോധയ്ക്കും തന്നെ ഒരു ബെനിഫിറ്റ് ഉള്ളൂ. അങ്ങനെ തന്നെ അതല്ലാണ്ട് കൂടി ആസ് എ ടീച്ചർ എൻ്റെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻസിന് ജോബ് കിട്ടാനാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ആദ്യം ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഡിസൈനിങ്ങിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ബിസിനസ് ആയിരിക്കും നിങ്ങൾ തന്നെ വെബ്സൈറ്റായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതും ബിൽഡ് ചെയ്തെടുക്കുന്നതും. ആ വെബ്സൈറ്റ് ബിൽഡിങ്ങിനകത്ത് നിങ്ങൾ കോഡിങ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു BA ഹിസ്റ്ററി പഠിച്ച സ്റ്റുഡൻ്റാണ്. ഞാൻ ആലുവ UC കോളേജിൽ നിന്ന് BA ഹിസ്റ്ററി പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് പോലും ആ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതായത് നമുക്ക് കോഡിങ്ങും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വെബ്സൈറ്റ് വരുന്നില്ല, കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമില്ല. ഒരു BA ഹിസ്റ്ററി സ്റ്റുഡൻറ്റിനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതും തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. യാതൊരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട. ഞങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത് ഈ വെബ്സൈറ്റിനകത്തുള്ള ബിസിനസ്. അത് എന്താണെങ്കിലും ഇപ്പം എൻ്റെ കുറേ സ്റ്റുഡൻസ് ഓൾറെഡി ഇപ്പോൾ തന്നെ എനിക്ക് more than 3000 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ 3000-ലധികം എൻ്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് തന്നെ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. അതായത് അവരിപ്പം ചുരിദാർ വിൽക്കുന്ന ഡ്രസ്സുകൾ, ചുരിദാർ വിൽക്കുന്ന വെബ്സൈറ്റുകൾ, വണ്ടിയുടെ സ്പെയർ പാർട്സ് വിൽക്കുന്ന വെബ്സൈറ്റ്, അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യും. പിന്നെ അതിനകത്ത് നമ്മൾ കോഡ് ലെവലിൽ, അതായത് വെബ്സൈറ്റിനകത്തുള്ള ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നടത്തും, ഇമെയിൽ മാർക്കറ്റിംഗ് നടത്തും, യൂട്യൂബ് മാർക്കറ്റിംഗ്, SEO, ഗൂഗിളിൽ, പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം, കോറ, ലിങ്ക്ഡിൻ, അങ്ങനെ പല പ്ലാറ്റ്ഫോംസിനകത്ത് എങ്ങനെ നമുക്ക് എഫക്റ്റീവ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇതേ കോഴ്സിൻ്റെ അടിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തന്നെ പല വീഡിയോസ് കാണാൻ പറ്റും. ഈ വീഡിയോസ് ഒന്നും ആ ഒരു കോഴ്സ് സ്ട്രക്ചറിലല്ല, അതായത് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തുള്ള വീഡിയോസാണ്. എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കും യൂസ്ഫുള്ളായി വരാനുള്ള സാധ്യതയുള്ള ക്ലാസ്സുകളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോണ ക്ലാസ്സുകൾ തമ്മിൽ ഒരു ബന്ധമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ എന്ത് തരം ക്ലാസ്സുകൾ എടുക്കണേ, ആ ക്ലാസ്സിനകത്ത് എന്തൊക്കെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എന്ത് രീതിയിലാണ് പഠിപ്പിക്കാൻ ശ്രമിക്കണതെന്ന് നിങ്ങൾക്കും ആ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു തരം ലെസൺസ് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉപരി ഞാൻ ആ ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അതിനകത്ത് ചില ട്രിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് എങ്ങനെ കൂട്ടണം, യൂട്യൂബിലൊരു ചാനൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എങ്ങനെ കൂട്ടണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് എങ്ങനെ നമുക്ക് 5000-6000 വരെ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു പേജോ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ പോപ്പുലർ ആക്കാൻ പറ്റും, അങ്ങനത്തെ നിങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആവാൻ തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം ഐ ഹോപ്പ് ദാറ്റ് യു ലൈക്ക് ദ കോഴ്സ്, ഐ ഹോപ്പ് ദാറ്റ് യു ലൈക്ക് വാട്ട് യു സീ, ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ടേക്ക് admission into digital marketing. So thank you guys, and that's pretty much it. I'll see you if you take an admission in this course. Okay, bye bye.